Hi friends, good morning. Welcome to my PSC. അപ്പം ഇന്നലെ നടന്ന CPO എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അത് മേജറായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നത് റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാത്ത പാർട്ടി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്ക് ഞാനിതിൽ സോഴ്സായിട്ട് എൻ്റെ SCERT സ്കൂൾ പാഠപുസ്തകത്തിലൂടെയുണ്ട്, അതേപോലെ നമ്മുടെ സാറ് റാങ്ക് മേക്കറുണ്ട്. നമ്മൾ റാങ്ക് മേക്കറിൽ കാണിച്ചു തരാം. അതിൽ കൊടുത്തിരിക്കുന്നതാണ് അല്ലേ, ബോൾഷെവിക് പാർട്ടിക്ക് രൂപം കൊടുത്തത് ലെനിൻ ആൻഡ് ട്രോട്സ്കി, മെൻഷെവിക് പാർട്ടിക്ക് രൂപം കൊടുത്തത് അലക്സാണ്ടർ കെറൻസ്കി എന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇതെടുക്കുകയാണെങ്കിലും സ്കൂൾ പാഠപുസ്തകത്തിലും ഉണ്ട് കേട്ടോ. സ്കൂൾ പാഠപുസ്തകത്തിൽ കൊടുത്തത് ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്ന ഏത്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് 5ാം ക്ലാസ്സിലെ 5ാം പാഠം പ്രപഞ്ചം എന്ന മഹാത്ഭുതത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ബുധൻ, ശുക്രൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പാഠം 2 ക്ലാസ് 7ാം ക്ലാസ്സിലെ 2ാം പാഠത്തിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതായത് സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ മറ്റേ സൈനിക സഹായ വ്യവസ്ഥയുടെ അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇതിലില്ല കേട്ടോ. ബട്ട് ഞാനിവിടെ എഴുതിയിട്ടിരിക്കുന്നു, അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തിലെ നിലനിർത്തണം. അതിപ്പോൾ നമ്മുടെ കുറച്ച് മുന്നേ മൻസൂർ അലി സാറ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു സമയത്ത് കിട്ടിയ പോയിൻ്റാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പോയിൻ്റ് നമ്മുടെ പാഠപുസ്തകത്തിലും ഈ റാങ്ക് മേക്കറിലൊന്നും ഇല്ല കേട്ടോ. ഇത് കറക്റ്റ് നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നേ കാണാൻ കഴിയുള്ളൂ. എങ്കിലും ചെറിയൊരു പോയിൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യന് വന്നിരിക്കുന്നത് ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. അത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്. അപ്പോൾ നമുക്ക് ഈ സഖ്യശക്തികളിൽ ഏതാ ഉൾപ്പെടുന്നതെന്ന് മനസ്സിലായാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈസി ആയിട്ട് കിട്ടും. നോക്കൂ, അതാണ് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്താണ് സഖ്യശക്തികൾ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. 5ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ. ഈ ക്വസ്റ്റ്യനിൽ അധികം എന്താണ് ഉൾപ്പെടാത്തവ, ഇല്ലാത്തവ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പം ഈ ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. നിസ്സഹകരണ പ്രസ്ഥാനത്ത് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ 3ാം പാഠം ഭൗമരഹസ്യങ്ങൾ തേടി എന്നുള്ളതിലായിരുന്നു. ഏതാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നാണ് വരുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ ലാവ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. ഇന്നലത്തെ CPO എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് PSC SCERT പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് വാങ്ങാൻ കിട്ടും. എങ്കിലും സ്കൂൾ ടെക്സ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്, കൂടുതൽ പോയിൻറ്റ്സ് അതിലുണ്ടാകും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു എക്സാം LDC എക്സാമിന് ഇതിലിപ്പോൾ +2 ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ LDCക്ക് അത്രയൊന്നും ആവശ്യമില്ല. LDC LGS ആണെങ്കിൽ സാധാ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്, അതായത് ഈ ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് എന്താ പറയുക, ഇത്രയും ടൈം അതിൽ ഇതാക്കാനില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് SCERT എന്നാണ് മനസ്സിലാക്കാം. നമ്മൾ എന്തായാലും SCERT പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമാണ്. എല്ലാവരും SCERT മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഓക്കെ, താങ്ക് യു.